ഇനി നമുക്ക് കാണാം ഡിസ്കൗണ്ട് ഗ്രോസേഴ്സ് അക്കരക്കോട്ട. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസ്കൗണ്ട് ഗ്രോസേഴ്സ് സ്റ്റാഫോർഡ് ടെക്സസ്. ഹലോ, മാത്തുക്കുട്ടി, നമ്മുടെ അപ്പൻ ഇന്നാ വരുന്നത്. അപ്പോൾ നമുക്ക് വൈകിട്ട് എയർപോർട്ടിലൊന്ന് പോകാനേ, നീ ഇവിടെ വരണം. ഓക്കെ, വലിയ വണ്ടി എടുത്തു. അതിൻ്റെ കാര്യം 4-5 പെട്ടിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ മറക്കല്ലേ, വൈകിട്ട് ഞാനിവിടെ കാണുമെങ്കിൽ വന്നാൽ മതി. ഏതായാലും അപ്പം വരുന്ന ദിവസമാണ്. ഇനി പെണ്ണുമ്പിള്ളയുടെ പരാതി വേണ്ട, ക്രിസ്മസ് ലൈറ്റൊക്കെ ഒന്ന് ഇടാം. ആ ഒരു കാര്യത്തിൽ നടന്നു നാട്ടെ. ഓക്കെ ഓണിക്കുട്ടിയെ, എടാ ചെറുതായിട്ടൊന്ന് വീണു. കാലല്ലടാ, കയ്യേ വീണതല്ല, അയലക്കാരൻ നല്ലതായിട്ടൊന്ന് പെരുമാറി ഷോക്കടിച്ചതാന്നാ പറഞ്ഞത്. ആരാണ്? നമ്മുടെ മറ്റോനെ അയലോക്കത്ത് താമസിക്കാൻ വന്നില്ലേ, അന്ന് നമ്മൾ കൊടുത്തോ? അവൻ എന്നിട്ട് നമുക്കൊന്ന് പെരുമാറി. കണ്ണടിച്ചേ, കണ്ണടിച്ചേ, ആരെയൊന്ന് ഓടിയോ? അയ്യോ, ഇതെന്നെ നിങ്ങൾ ഈ കാണിക്കുന്ന ആടി കിടന്ന് പണിയുന്ന മനുഷ്യനെ നിങ്ങൾ തല്ലിക്കൊല്ലുവാണോ? എന്റെ പെങ്ങളെ കറണ്ട് അടിച്ച് ചാവാൻ തുടങ്ങിയ മനുഷ്യനാ ഞാൻ. നാട്ടിൽ കാണിക്കുന്ന പോലെ വടിയെടുത്ത് അടിച്ച് റെഡിയാക്കുവാൻ. ഓ, അത്രേ ഉള്ളോ? എന്നാ ഇതെടുത്തൊന്ന് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ഞാൻ സഹായിക്കാം. ഒന്ന് പിടിച്ച്, നീ പിടിക്കണ്ട, ഒറ്റ ചവിട്ടിയാൻ പറ്റിയത് കേട്ടോ. എടാ, ഒരു ഉപകാരം ചെയ്യാന്ന് വിചാരിച്ചാലും സമ്മതിക്കാലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടോ മനുഷ്യർ? ഉപകാരമോ? അവന് പ്രതികാരം ചെയ്താ അടി. എന്തോ പ്രതികാരം ചെയ്യുന്ന അയാള് നിങ്ങളോട്? നീ വാ, ഞാൻ പറയാം. നീയേ ഇരട്ട പറ്റതാണോ? നിങ്ങൾ എന്റെ വായിന്ന് വല്ലതും കേൾക്കും. അല്ല, ഇരട്ട പറ്റവരെ കൊണ്ട് തിരുമിച്ചാലേ നല്ല സുഖമാണെന്ന് പറഞ്ഞത്, പെട്ടെന്ന് സുഖമാവും. വെൻക എടുത്ത് വെച്ച് ശാലം തിരുമിക്ക, കൈ പൊക്കാം. എന്നെ കൊണ്ടെങ്കിലും പറ്റത്തില്ല. നിങ്ങൾ ആ മാത്തുക്കുട്ടിയോട് പറയും, ഇപ്പൊ അങ്ങേരല്ലേ നിങ്ങളുടെ അസിസ്റ്റന്റ്. ഡ്രൈവ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ആ മസാജ് സെന്ററിലെങ്ങാനും പോയി മസാജ് ചെയ്യിക്കായിരുന്നു. എന്താ പറഞ്ഞേ? ഓ ഞാൻ പറഞ്ഞില്ല, കൈക്ക് നല്ല വേദനയുണ്ടെന്ന്. അവന് അവസരം കണ്ട് ചെയ്തതാണ്. അവനിട്ട് ഇനി ഒരു പണി കൊടുത്തെങ്കിലേ പറ്റി. അപ്പൊ എടാ, അപ്പനെ പിക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ഇനിയിപ്പോൾ എനിക്ക് പ്രയാസമാണ്. നീ പോയി പിക്ക് ചെയ്തുണ്ടോ? അപ്പനോട് പറയുകയൊന്നും വേണ്ട, ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. നീ ഒന്ന് പോയിട്ട് വരാൻ. ഓക്കെ. എടാ മാത്തുക്കുട്ടി, ജോണി എനിക്ക് എന്നോ പറ്റി? അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പോരാനായിരുന്നു, അവനൊന്ന് വീണ്. കുഴപ്പമൊന്നുമില്ല അപ്പ. ഇനി അവള് തള്ളി താഴെ ഇട്ടതാണോ? ഇല്ലെന്നേ. അപ്പൊ ഇത് അപ്പനെ കണ്ട ആളറിയ പോലും ഇല്ലല്ലോ, മീശയെല്ലാം കറുപ്പിച്ച്. ഓ, എന്താ ജോണിക്കുട്ടി, അതിനെ കുറിച്ചൊന്നും പറയണ്ട. അത് വലിയൊരു സംഭവമായിരുന്നടാ പോയി. അപ്പൻ നാട്ടിലെങ്ങാണ്ട് പഞ്ചായത്ത് ഇലക്ഷന് നിന്നെന്നോ തോറ്റെന്നോ ഒക്കെ പറയുന്നത് കേട്ട്, നേരാണോ അപ്പ? അതിനെ കുറിച്ച് ഒന്നും പറയണ്ടാടാ, അതൊരു വലിയൊരു സംഭവമായിരുന്നു. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്.
നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു 4 കാലോലപ്പുരയുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ആരെവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? ഇറങ്ങി വേണം അങ്ങോട്ട്. മത്തായുടെ മോനെന്തോടാ നീ? അമേരിക്ക പോയ പാപ്പിച്ചാനല്ലയോ? മോനെ പാപ്പിച്ചാൻ അമേരിക്ക വന്നേ? എടാ ഞാൻ വരുന്ന വഴിയാ. എടാ നിന്റെ അപ്പം മരിച്ചപ്പോ എനിക്ക് വരാൻ പറ്റിയില്ല. എനിക്ക് സങ്കടം ഉണ്ടാ. ഞാനും അവനും കൂടെ ഒരേ ബിസിനസ് ചെയ്ത് നടന്നില്ലയോ. പിന്നെ നീ എനിക്കൊരു അന്തസ്സുള്ള എന്നറിയോ, നീ ഈ ബിസിനസ് തന്നെ എടുത്തല്ലോ എന്നുള്ള ഒരു സന്തോഷം മാത്രമേ എനിക്കുള്ളൂ. എടാ ഞാൻ പോകുന്നത് 2 മാസം കഴിഞ്ഞേ പോകുന്നു. എൻ്റെ മരുമോള് ക്ലാരമ്മയുണ്ടല്ലോ, എടാ എന്നെ ഇടം ബലം വിടാൻ സമ്മതിക്കത്തില്ല. ഒരു വല്ലാത്ത സ്വഭാവം അവിടെ. ഓ, എനിക്ക് ആറന്മുള എയർപോർട്ടിനടുത്ത് കുറേ സ്ഥലമുണ്ട്, അത് വിറ്റിട്ട് ചെല്ലാൻ അവൾ പറഞ്ഞിരിക്കുന്നത്. വാടകക്കാരെ മാറ്റിയിട്ട് വീട് വിൽക്കണം. ഞാൻ ഏതായാലും 2 മാസം കാണും. നിനക്ക് എന്നെ ആവശ്യമുണ്ട്, എന്നെ വിളിച്ചേര്. നിന്നോട് ഞാനും വരാവിടാ. എടാ ഇതെന്നാടെ കോട്ടയൊക്കെ മാറ്റി പ്ലാസ്റ്റിക് ആക്കി. ഇതെന്താ ഇത്? നമ്മനെ മത്തിക്കൊക്കെ എന്നാ ഇപ്പൊ വില? ഓ ഇപ്പൊ ഒന്നും പറയണ്ട, 10 രൂപയ്ക്ക് 2 എണ്ണമൊക്കെ ഉള്ളൂ. ഓ എൻ്റെ പൊന്നെ, പഴയ കാലമൊക്കെ പോയല്ലോ. പിന്നെ തീർച്ചയായിട്ടും. ആ പിന്നെ നിനക്ക് ഞാനൊരു സഹായത്തിന് നിന്റെ കൂടെ കൂടാം. ഞാനിപ്പോ എന്നെ എങ്ങനെ സഹായിക്കണം? എടാ നീ ചവിട്ടിയാ മതിടാ, ഞാൻ കൂവിക്കോളാം ഇവിടെ. എന്നാ ഞാൻ പോട്ടെടാ. ആ ശരി അച്ഛേ. ആ എന്നാ പിന്നെ കാണാം. ഓക്കെ ഓക്കെ. താമരേഷ നീ എന്നാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ആനന്ദ, ഞാൻ ഈ പ്രാവശ്യം പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായിരിക്കും എല്ലാവരോടും ഞാൻ വിളിച്ചു പറഞ്ഞു. അതിനുവേണ്ടി ശകലം പൈസയും എല്ലാം മുടക്കിയതാണ്. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് കമ്മിറ്റി കൂടിയപ്പോഴത്തേക്കും അവർ പറയും എനിക്ക് സീറ്റില്ല, സേതുലക്ഷ്മിക്കാന്ന്. ഞാൻ എങ്ങനെ വിഷമിക്കായിരിക്കും? എന്റെ താമരേഷ നീയൊക്കെ പഞ്ചായത്ത് ഇലക്ഷൻ 10 ഓട്ടെങ്കിലും പിടിക്കൂടാ. എടാ ഈ പഞ്ചായത്തിലുള്ള നാട്ടുകാർക്ക് മുഴുവൻ അറിയാൻ പാടില്ല നമ്മൾ തക്കട തരിയുടെ രാഷ്ട്രീയമായിട്ട് നാട്ടുകാരെ പറ്റിച്ച് കഴിയാണെന്ന്. പിന്നെ നമ്മളൊക്കെ നമുക്ക് എങ്ങനെ വോട്ട് കിട്ടാനാണ്? എടാ ഇതല്ലാതെ നമുക്ക് വേറെ തൂമപ്പണി അറിയാവോ? ഇല്ല. നമുക്ക് കാശുണ്ടാക്കണമെങ്കിൽ രാഷ്ട്രീയം അല്ലാതെ മറ്റെന്തറിയാം? എന്റെ താമരേഷ ഭാഗേറിയ ദൈവം എങ്ങനെ പോയാലും വേറെ തന്നിരിക്കും. ചേട്ടോ, ഒബാമയുടെ ജീവചരിത്രം ഇരിപ്പുണ്ടോ? ഒബാമയുടെ ജീവചരിത്രം മത്സ്യപുരാണം ഉണ്ടോ? എടാ മലയാളം എഴുതാനും വായിക്കാനും എഴുതാൻ പറ്റാത്ത തേവള്ളി നിനക്കെന്തിനാണ് ഒബാമയുടെ ജീവചരിത്രം? നമ്മുടെ ഒരു പാർട്ടി വന്നിട്ടുണ്ട്. നമ്മുടെ പാപ്പിച്ചാനെ അറിയാമോ? വെട്ടത്തെ പാപ്പിച്ചാൻ അമേരിക്കയിലുള്ള. ആ പുള്ളി രാവിലെ വന്നു. പുള്ളിക്ക് വായിക്കാനാ, ചുമ്മാ ഇരിക്കല്, ഒറ്റയ്ക്കേ ഉള്ളൂ. ആ അപ്പൊ എയർപോർട്ടിന്റെ അടുക്കലേ കുറെ സ്ഥലമുണ്ട്, അതങ്ങ് റെഡിയാക്കി. അപ്പൊ ചില്ലറയൊക്കെ ഉണ്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ എനിക്കൊന്ന് കറങ്ങി 1 മാസം ഒന്ന് പൊളിക്കാം. ഒരു കാര്യം കൂടെ എന്നെ ഏൽപ്പിച്ചേക്ക്, എനിക്ക് സമയമില്ല. ഒരു വേലക്കാരി അത്യാവശ്യമായിട്ട് അവിടെ കൊണ്ടുവരുന്നത് പറഞ്ഞേക്കുക. അപ്പൊ അതിന്റെ തിരക്കില്ല ഞാൻ. അപ്പൊ ഞാൻ എന്നാ അങ്ങോട്ട് പോവാ. ഇല്ലല്ലോ, മറ്റേ സാധനം ഇല്ലല്ലോ. എന്നാ ഓക്കെ. അവൻ രക്ഷപ്പെട്ടു. നമ്മളെന്നെ ചെയ്യും? പാപ്പിച്ചാൻ അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്നു. എടാ പാപ്പിച്ചാൻ അമേരിക്ക വന്നു, നമുക്ക് എന്നാ പറ്റും? അവന് പ്രയോജനം കിട്ടുമെന്നുള്ള ഒരു ഉറപ്പായി. നമുക്ക് എന്നാ പ്രയോജനം? എടാ താമരേഷ പഞ്ചായത്ത് ഇലക്ഷൻ വരുമല്ലേ, ഈ പാപ്പിച്ചായനെ നമ്മൾ സ്വതന്ത്രനായിട്ട് ഈ പഞ്ചായത്ത് നിർത്തുന്നു. സ്ഥലം വിറ്റ കാശ് പാപ്പിച്ചായന്റെ ഇരിപ്പുണ്ട്. ആ കയറിയപ്പോ നമുക്ക് കുറച്ച് ചില്ലറ അടിച്ചെടുക്കുകയും ചെയ്യാം. ഒരു 10 ദിവസം ലാവശ്യമായിട്ട് നമുക്ക് ജീവിക്കുകയും ചെയ്യാം. എടാ ഐഡിയ. പക്ഷെ നമ്മൾ ഈ പാപ്പിച്ചായന്റെ വീട്ടിൽ എങ്ങനെ ഇടിച്ച് കേറും? എടാ താമരാശ, പാപ്പിച്ചായൻ ഇപ്പൊ വേണ്ടത് എന്നാന്നറിയോ? ഒരു വേലക്കാരി. ഈ തേവള്ളി പോയി കഴിഞ്ഞാൽ ഒരു വേലക്കാരി എവിടുന്നെങ്കിലും കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ട്? നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ സുരേഷിന്റെ പെങ്ങളെ വേലക്കാരിയായിട്ട് പാപ്പിച്ചായന്റെ വീട്ടിൽ കൊണ്ടുചെല്ലാം. ഓമനെ അങ്ങനെ പാപ്പിച്ചായന്റെ വീട്ടിൽ നമുക്ക് കയറി ചെല്ലാൻ അവസരമായി. എടാ ആനന്ദ, നിന്റെ ഈ കുഞ്ഞു നിലയ്ക്കത് ഇത്രയും വലിയ ബുദ്ധിമുട്ടോടാ? ഓ എന്റെ ശകല ക്ഷീണവും പോയി. അളിയാ, അപ്പൊ പാപ്പച്ചാന് വേണ്ടത് ഒരു വേലക്കാരി. ഇതാണ് അമേരിക്കൻ അച്ചായന്റെ വീട്. മോളെ അപ്പൊ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ? ആദ്യം നിന്റെ ഓമന എന്നുള്ള ഓഞ്ഞ പേരങ്ങ് മാറ്റണം. നിനക്ക് ഒരു അടിപൊളി പേരിട്ട് തരാം, സ്പ്രിങ്കിൾ. അയ്യോ അതൊരു ഉപ്പല്ലേ? എടി പ്ലിഞ്ചിലല്ല, പ്ലിഞ്ചിൽ.
പിന്നെ അച്ചായൻ്റെ അടുത്ത് സെറ്റപ്പായിട്ട് എന്നാലേ പടി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിന്റെ പേരും മാറ്റി വേഷവും മാറ്റിയത്. കേട്ടോടി പ്ലിഞ്ചിളേ. പേര് വേണമെങ്കിൽ മാറ്റിക്കോ, എന്റെ കലാതിലകത്തെ മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. തിലകം വേണം ഇരുന്നോട്ടെ, ഇപ്പൊ അവസരമൊക്കെ ഇല്ലാതിരിക്കുകയല്ലേ. എന്നാ നമുക്കൊരു തീരുമാനത്തിലെത്താം. കലാതിലകം സ്പ്രിങ്കിൾ. എന്നാ വാ പോകാം. പോയല്ലോ. നോക്കട്ടെ, ഇപ്പൊ ഇവിടെ കണ്ട മാത്രമേ തന്നെ അച്ചായ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. ആടി പ്ലിങ്കിളെ. അമ്പളയ്ക്കും വേല പൊമ്മണിക്കും വേല പൊമ്മണയാ പോണ അമ്പളയ്ക്കും വേല வேல எத்தனையோ வேலை எப்பவுமே வேலை அத்தனைக்கும் உண்டு வெற்றியனும் மாற ஷண்முகா உனது படைப்பில் உயர்ந்து விளங்கும் பிணையா നമസ്കാരം. അയ്യോ തല്ലരുത്, ഞങ്ങൾ പിരിവുകാരല്ല. ഞാൻ ആനന്ദൻ. ഞാൻ താമരാശൻ. അച്ചായനൊരു കാര്യം ആഗ്രഹിച്ചു, അത് ഞങ്ങൾ കൊണ്ടുവന്നു. ഏത് കാര്യം ആരാഗ്രഹിച്ചാലും കൃത്യമായിട്ട് അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാന്നുള്ളത് ഞങ്ങളുടെ മാത്രം പ്രത്യേകത. കലാതിലകം പ്രിഞ്ച് ഐശ്വര്യമായിട്ട് അച്ചായന്റെ കാല് തൊട്ട് നോക്കണേ. അതൊന്നും ഇവിടെ നടക്കത്തില്ല. ഞാൻ അത്തരക്കാരനല്ലെന്നേ. അത് തന്നെ എല്ലാ ആരംഭ്യങ്ങാനും അറിഞ്ഞാലേ എന്റെ കൈ അവള് കിട്ടും. അയ്യോ അച്ചായ, ഇത് അതല്ല, ഇത് വേലക്കാരിയാണ്. അച്ചായന്റെ സെറ്റപ്പിനനുസരിച്ച് ഇവള് കഞ്ഞി വെക്കും, കറി വെക്കും, വേണമെങ്കിൽ മൂക്കി പഞ്ഞി വെച്ചാൽ കരുത്തുകയും ചെയ്യും. പഞ്ഞിയോ? മൂക്കിലോ? അയ്യോ അച്ചായ, അതല്ല. ഇവിടെ കറിയുടെ മണം കേട്ട് കഴിഞ്ഞാൽ ആരും മൂക്കി പഞ്ഞി വെച്ചു പോകും. എന്നാ കൈപ്പുണ്ണാന്നറിയാവോ? അല്ല, കൈപ്പുണ്ണ്. അച്ചായ പാചകമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവളെന്നെ കലാകാരെന്നറിയോ? 3 പ്രാവശ്യം അടുപ്പിച്ചോട് കലാതിലകം നേടിയിട്ടുണ്ട്. കലാതിലകമോ? ഏത് യൂണിവേഴ്സിറ്റിയില്ല? ഓ, ഇവക്ക് ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ അറിയാം അല്ലയോ? ഭരതനാട്യതും മോഹിനിയാട്ടം ഒന്നും അറിയത്തില്ല, പക്ഷെ ഇവക്ക് നല്ല കുച്ചിപ്പടി അറിയാം അല്ലേടി? എന്നാ ഈ കൊച്ചിനോട് 2 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാ. ചോദിച്ചോളൂ സാറേ, അവളെ എന്തിനാ പേടിയാ? മത്തിക്ക് നെയ് വെക്കുന്ന മാസം എന്നാന്ന് നമുക്കറിയാമോ? ഡിസംബർ മാസം. മിടുക്കി. രണ്ടാമത്തെ ചോദ്യം, പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന മീനിന്റെ പേര്? വീട്ടിൽ മീൻ. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യനാണ്. ഒരു 10 കിലോ അയല ഉണക്കാൻ എത്ര കിലോ ഉപ്പ് വേണം? കേട്ടടക്കുന്നു. കൊള്ളാം മോളെ, എനിക്ക് നിന്നെ ഇഷ്ടമായി. നിന്നെ ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കും. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ പ്രഗ്നന്റ് അല്ല, പെർമനന്റ് സ്ഥിരം. എന്നാ ഞങ്ങളങ്ങോട്ട് പോകാൻ വരട്ടെ. ഇത്രയും നല്ലൊരു വേലക്കാരിയെ കൊണ്ട് തന്നിട്ട് നിങ്ങൾ അങ്ങ് വെറും കൈയോട് പോവാന്നു. ഇരിക്കുന്നേ, നമുക്കൊരു ചക്കീലൊക്കെ അടിച്ചിട്ട് പോവുന്നേ. ചക്കീലെന്ന് പറഞ്ഞാൽ ഒരു വിദേശ മദ്യമാണ്. ഞാൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാ. അത് എൻ്റെ ഫ്രണ്ട് ഖാലിദ് മെക്സിക്കോയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രത്യേക സാധനമാണ്. 2 എണ്ണം അടിച്ചിട്ട് പോവുന്ന. അങ്ങനെയെങ്കിൽ അച്ചായ നല്ല കാര്യങ്ങൾ നമ്മൾ വെച്ച് താമസിപ്പിക്കരുത്. അച്ചായനൊരു നല്ല കാര്യം പറഞ്ഞിട്ട് ഞങ്ങളെ നടത്തിയില്ലെങ്കിൽ അച്ചായന്റെ മനസ്സിനൊരു വിഷമത്തില്ല. അതുകൊണ്ട് തട്ടിയില്ലെങ്കിൽ തട്ടിയില്ല. ഇന്ന് ഓടെ കിടക്കാനായിരിക്കും ഞങ്ങളുടെ വിധി. പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ ജനന ഭാരങ്ങൾ ചുമന്നും സമയതീരങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അടുത്ത ഭാഗം അടുത്തയാഴ്ച തുടർച്ചയായി കാണാം. കാത്തിരിക്കുമല്ലോ. ഒരിക്കൽ കൂടി അമേരിക്ക ടുഡേയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആൻഡ് പുതുവത്സര ആശംസകൾ.